എൻ്റെ പേര് വിനീത് എന്നാണ്. ഞാൻ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് എടുത്തത്. ഫോറക്സിൽ 19A ബാച്ചും സ്റ്റോക്ക് മാർക്കറ്റിൽ 41B ബാച്ചുമാണ്. ആക്ച്വലി ഞാൻ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയ ചെറിയ സ്വിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ചെറിയ പ്രോഫിറ്റുകളൊക്കെ കിട്ടി. ഇപ്പോൾ എനിക്ക് ഈ ഓപ്ഷൻസ് എന്താണ്, ഫ്യൂച്ചേഴ്സ് എന്താണ്, അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോസ് കുറേ നോക്കിയിട്ട് എനിക്കൊരു എഡ്ജ് കിട്ടുന്നില്ല. അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ആഡ് കണ്ടു. ഞാൻ വിചാരിച്ചു എന്തായാലും കോഴ്സിൽ ജോയിൻ ചെയ്യാം. പക്ഷെ ജോയിൻ ചെയ്ത് കഴിഞ്ഞത് വളരെ നല്ല തീരുമാനമാണെന്ന് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെയാണ് മനസ്സിലായത്. കാര്യം നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സ്റ്റഡി ചെയ്ത് പോകുന്നത്. ക്ലാസ് നമ്മുടെ ഇപ്പോൾ എനിക്ക് ലൈവ് ക്ലാസ് ചിലപ്പോൾ ഷിഫ്റ്റ് ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ റെക്കോർഡിങ്സ് അതൊരു വലിയ കാര്യമാണ്. റെക്കോർഡിങ്സ് നമുക്ക് കൃത്യമായിട്ട് നമുക്കത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് റെക്കോർഡിങ്സ് 1, 2, 3 തവണ നമുക്ക് കാണാം. എത്ര വേണമെങ്കിലും നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1, 2 തവണ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ മെൻറ്റേഴ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം ഈ പറഞ്ഞ പോലെ ട്രേഡ് കോഴ്സ് എടുത്ത് എന്തുകൊണ്ട് വർത്തിട്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ബൈങ് ആയിരുന്നല്ലോ, ഓപ്ഷൻസ് ചെയ്യണം എന്നായിരുന്നല്ലോ താല്പര്യം. ഓപ്ഷൻസിനെ കുറിച്ച് അറിയണം. എങ്ങനെയാണ് ചെയ്ത് നോക്കിയായിരുന്നു. ഓപ്ഷൻ സെല്ലിങ് ഡെമോ അക്കൗണ്ടിലാണ് ചെയ്തത്. ഓപ്ഷൻ ബൈങ് ചെയ്യാറുണ്ട്. പക്ഷെ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് കോഴ്സിന് മുമ്പ് ഞാൻ ഈ സ്റ്റോപ്പ് ലോസിനെ കുറിച്ചൊന്നും ബോധേഡായിരുന്നില്ല. സിങ്ങാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് മേടിച്ച് കഴിഞ്ഞാൽ അത് താഴേക്ക് പോയാൽ അതവിടെ കിടക്കും. ഒരു 2-3 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷമൊക്കെ ആണെങ്കിലും അത് കയറി വന്നില്ലെങ്കിൽ അതൊരു നമ്മുടെ ഫണ്ട് അവിടെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ വന്നേ പിന്നെയാണ് നമുക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ അഡ്വാൻറ്റേജും പിന്നെ നമ്മൾ ടാർഗറ്റ് എപ്പോൾ നമുക്ക് ഏത് ടാർഗറ്റിലും എക്സിറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. റിസ്ക് റിവാർഡ് റേഷ്യോനെ കുറിച്ച് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്താലാണ് നമ്മുടെ ട്രേഡിംഗ് ജേണി മുന്നോട്ട് പോകുന്നുള്ളത് മനസ്സിലായത്. അപ്പം ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഒരു നമ്മുടെ ട്രേഡിംഗ് ജേണി സ്മൂത്തായി പോകണമെങ്കിൽ അവിടെ സ്ട്രാറ്റജിനെ കാട്ടും പ്രധാനം റിസ്ക് മാനേജ്മെന്റ് ആണ് അല്ലേ? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? റിസ്ക് മാനേജ്മെന്റ് തുടക്കത്തിൽ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ പഠിക്കുന്ന എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിൻ്റെ നമ്മുടെ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലായത്. ഇപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്നത് കൃത്യമായ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ടാണ്. ഒരു 1:2 റിവാർഡ് റേഷ്യോ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മൈൻഡ് എത്രത്തോളം സ്ട്രോങ് ആയിരിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ. ചിലപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കണ്ട് ലോസിലേക്ക് പോകുമ്പോഴും നമുക്കത് നമ്മുടെ മൈൻഡ് അയ്യോ എക്സിറ്റ് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു തോട്ട് മാറിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് വെക്കാൻ തുടങ്ങിയതോടെ എന്തായാലും കുഴപ്പമില്ല. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് അത് ഹിറ്റ് ചെയ്തിട്ട് ഞാനൊന്നും മാറുള്ളൂ. ഇടയ്ക്ക് വെച്ചുള്ള സ്റ്റോപ്പിംഗ് പരിപാടി ഇല്ല. അപ്പം അത് അങ്ങനെ ആയാലും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കമ്മ്യൂണിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് സെഷൻസ്, ഓരോ മെന്റേഴ്സിന്റെ സെഷൻസ് വരാറുണ്ട്. അത് വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ ആദ്യം ഇതിൽ ചോദിച്ചതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. എനിക്ക് ഡിസ്കോഡ് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ പക്ഷേ അത് വളരെ നല്ലൊരു ഒത്തിരി മെമ്പേഴ്സ് ഉള്ളതും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആരോട് സംശയം ചോദിച്ചാലും ഉടനെ റിപ്ലൈ കിട്ടുന്നതും ആയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഡിസ്കോഡ്. മെൻറ്റേഴ്സ് ആണെങ്കിലും നമ്മൾ ടാഗ് ചെയ്ത് ചോദിച്ചാൽ ഉടനെ റിപ്ലൈ തരുന്നതാണ്. ഒത്തിരി ചാനൽസ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ചാനൽസ് ഉള്ളതുകൊണ്ട് അതിനെല്ലാം നമുക്ക് സെപ്പറേറ്റ് നമുക്ക് എല്ലാം അറിയാൻ പറ്റും. ഡിസ്കോഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം കോഴ്സ് കഴിഞ്ഞാലും ലൈഫ് ടൈം ആക്സസ് നമുക്കുണ്ട്. നമുക്ക് വീക്കിലി നമുക്ക് മെൻറ്റേഴ്സിൻ്റെ ലൈവ് സെക്ഷൻസ് ഉണ്ട്, അതെല്ലാം അറ്റൻഡ് ചെയ്യാം. അതിന് റെക്കോർഡിങ്സ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓഫീസ് ടൈമിലാണ് ലൈവ് ക്ലാസ്സസ് വരുന്നതെങ്കിൽ പോലും പിന്നീടാണെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാം, അവരോട് സംശയങ്ങൾ ചോദിക്കാം. ഒരു കോഴ്സ് എടുത്ത് ഒരു 6 month കഴിഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ളതല്ല, നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്.